ഇപ്പോൾ എവിടെ നോക്കിയാലും ഇൻവിസിബിൾ ചെയിൻ ആണല്ലേ ട്രെൻഡ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഒരു ഇൻവിസിബിൾ ചെയിൻ അതും ഇലാസ്റ്റിക് ത്രെഡ് വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മെറ്റീരിയൽസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. നമ്മളിവിടെ ഇലാസ്റ്റിക് ത്രെഡ് ആണ് എടുത്തിരിക്കുന്നത്, പിന്നെ കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട്. രണ്ടും രണ്ട് സൈസിലുള്ള ബീഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അടുത്തത് മെയിൻ ആയിട്ട് വേണ്ട ഐറ്റംസ് ആണ് നമുക്ക് ഫിഷ് ഹൂക്ക്, സൈഡ് റിങ്, ഗിയർ ലോക്ക്. ഇതാണ് ഫിഷ് ഹൂക്ക്. സൈഡ് റിങ് നമുക്ക് ഇല്ലെങ്കിലും ഇൻവിസിബിൾ ചെയിൻ ചെയ്യാൻ പറ്റും. അത് ഞാൻ അടുത്ത ഗിയർ വയർ വെച്ച് ചെയ്യുന്നതിൽ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ എന്തായാലും സൈഡ് റിങ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗിയർ ലോക്കാണ്. ഗിയർ ലോക്ക് ഇല്ലാതെ നമുക്ക് ഇൻവിസിബിൾ ചെയിൻ ചെയ്യാൻ പറ്റില്ല. അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഐറ്റം. ഗിയർ വയർ പോലെ തന്നെ ഗിയർ വയറിലാണ് ഇപ്പോൾ സാധാരണ ഇൻവിസിബിൾ ചെയിൻ ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു പേളിൻ്റെ വേറൊരു മോഡലാണ് ചെയ്ത് കാണിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ എലാസ്റ്റിക് ത്രെഡ് എടുത്തത്. പിന്നെ ഇത് 2 ലെയർ ഇൻവിസിബിൾ ചെയിൻ ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ലെയർ നമുക്ക് എലാസ്റ്റിക് ത്രെഡ് കട്ട് ചെയ്തെടുക്കണം. ഗിയർ വയർ വെച്ചിട്ടുള്ള ഇൻവിസിബിൾ ചെയിൻ്റെ പല മോഡലുകളും നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യും ക്ലാസ്സിൽ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കാൻ മറക്കണ്ട. ഫ്രീ ക്ലാസ് ആണ്, നിങ്ങളുടെ ഫ്രീ ടൈമിൽ നിങ്ങൾക്കിരുന്ന് കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് 2 ലെയറിനുള്ള ത്രെഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ത്രെഡ് കട്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിൽ നിന്ന് കുറച്ച് ലെങ്ത്ത് കൂട്ടിയിട്ടിട്ട് കട്ട് ചെയ്യണം. കാരണം നമ്മളിത് കോർത്തെടുക്കുന്ന രീതി അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ലെങ്ത്ത് കൂട്ടിയിട്ട് കട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. 2 ലെയർ ആയതുകൊണ്ട് ഒരു ത്രെഡിനെ കുറച്ച് ലെങ്ത്ത് കുറവ് മതി. പക്ഷേ ബിഗിനറൊക്കെ ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ രണ്ടും ഒരേ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ലാസ്റ്റിൽ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കളയാം. അത് ഞാൻ ലാസ്റ്റിൽ കാണിച്ചു തരുന്നുണ്ട്, ഫുള്ളായിട്ട് കണ്ടാൽ മതി വീഡിയോ. ഇനി നമ്മൾ അതിൽ ഒരു ത്രെഡ് എടുത്തിട്ട് അതിലാദ്യം ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക. ഗിയർ ലോക്ക് ഇട്ടതിന് ശേഷം നമ്മളിത് ആ ത്രെഡിനെ തന്നെ ഇതുപോലെ വളച്ച് ആ ഗിയർ ലോക്കിലൂടെ തന്നെ സെയിം ഇങ്ങോട്ട് ബാക്കിലോട്ട് നമ്മൾ കോർത്തെടുക്കുക ചെയ്യുന്നത്. ഇതെന്തിനാണെന്ന് വെച്ചാൽ അവിടെ ഒരു ഇതുപോലെ നമുക്കൊരു ഹുക്ക് കിട്ടും. ഇത് നമുക്ക് സൈഡ് റിങ് കണക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒറ്റ ലെയറായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ മാത്രം ചെയ്താൽ മതി, സൈഡ് റിങ്ങിൻ്റെ ആവശ്യമില്ല. ഇതിലേക്ക് നമ്മുടെ ഫിഷ് ഹൂക്കിനെ നമുക്ക് കണക്ട് ചെയ്ത് ബാക്കിൽ കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. ഇനി 2 ത്രെഡിലും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യണം. അപ്പോൾ രണ്ടാമത്തെ ത്രെഡിലും സെയിം അതേ രീതിയിൽ ചെയ്തിട്ട് നമുക്ക് സൈഡ് റിങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ശരിക്കും 2 ത്രെഡും ഒരുമിച്ച് പിടിച്ചിട്ട് നമുക്ക് ചെയ്തുകൂടെയെന്ന്. ഈ ഒരു എലാസ്റ്റിക് ത്രെഡ് കുറച്ച് കട്ടിയുള്ളത് കാരണം 2 ത്രെഡും കൂടി ഒരു ഗിയർ ലോക്കിലൂടെ കടക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ഇതുപോലെ ചെയ്തിട്ട് രണ്ടും കൂടിയിട്ട് നമ്മുടെ സൈഡ് റിങ്ങിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഗിയർ വയർ ആണെങ്കിൽ നമുക്ക് രണ്ടും ഒരൊറ്റ ഗിയർ ലോക്കിലൂടെ സെറ്റാക്കി എടുക്കാം. അത് നിങ്ങൾ കൺഫ്യൂഷൻ ആക്കണ്ട. നമ്മൾ ഗിയർ വയർ വെച്ചിട്ട് ചെയ്യുന്നതിൽ ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞു തരാം. നമുക്കിത് ഒറ്റ സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പറ്റും. അത് ഗിയർ വയറിൽ പറ്റും. പിന്നെ എലാസ്റ്റിക് ത്രെഡ് കുറച്ച് കനം കുറഞ്ഞതാണെങ്കിൽ പറ്റുമായിരുന്നു. ഇത് എൻ്റെ ഒരു 7mm ആണ് ഈ എലാസ്റ്റിക് വയർ വരുന്നത്. അപ്പോൾ അതൊട്ടും പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. ഇനി രണ്ടിനെയും കൂടി നമ്മൾ നമ്മുടെ സൈഡ് റിങ്ങിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുത്തു. ഇത് നിങ്ങൾ ഇനിയിപ്പോൾ കൺഫ്യൂഷൻ വേണ്ട, ഞാൻ പറഞ്ഞത് ഒരെണ്ണത്തിൽ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞത്. നമ്മൾ ഗിയർ വയറിൻ്റെ ചെയ്യുമ്പോൾ 2 ലെയർ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് ഒരു ത്രെഡിലേക്ക് ആദ്യം ബീഡ്സ് ഒന്ന് കോർത്ത് കൊടുക്കണം. സിമ്പിളാണ് കേട്ടോ, ബീഡ്സ് കോർക്കാനൊക്കെ എളുപ്പമാണ്. നമ്മൾ ആദ്യം ഈ ഒരു വലിയ ബീഡാണ് കോർത്ത് കൊടുക്കുന്നത്. അത് ഇതുപോലെ കൊടുക്കുക. അതിന് എവിടെയാണോ നമ്മളത് ഫിക്സ് ചെയ്ത് കൊടുക്കണേന്ന് ശ്രദ്ധിക്കുക. കുറച്ച് താഴെ വെച്ചിട്ട് വേണം നമ്മൾ ബീഡ്സിനെ സെറ്റാക്കി കൊടുക്കാൻ. അപ്പോൾ അത്രയും താഴേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കോർത്ത ത്രെഡിനെ ഈ ഒരു ബീഡിലൂടെ തന്നെ വീണ്ടും കോർത്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ആ ത്രെഡിനെ തന്നെ ഇതുപോലെ നമ്മൾ താഴത്തേക്ക് കോർത്ത് കൊടുക്കുക. അപ്പോൾ അവിടെ ഒരു കെട്ട് പോലെ വരും. അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ വീഡിയോ ശരിക്കും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഈ ഒരു വലിയ ബീഡൊക്കെ ആയ കാരണം നമ്മുടെ ഈ ഒരു ത്രെഡ് അതിലൂടെ കോർക്കാൻ പറ്റും, ഡബിൾ ലെയർ കോർത്തെടുക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിനെ നമ്മളിത് വലിച്ചെടുക്കുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും. പക്ഷെ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ എവിടെയാണോ പിടിച്ചത് അവിടെ ബീഡിനെ പിടിച്ചിട്ട് ഇതിനൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത്ര ലെങ്ത്തിൽ നീങ്ങി പോയിന്ന് വെച്ചാലും കുഴപ്പമില്ല. നമുക്കതിന് അഡ്ജസ്റ്റ് ഇതുപോലെ വലിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ത്രെഡിനെ ഒന്ന് ലൂസാക്കി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കാനും പറ്റും. ഇനി അടുത്തത് ഞാൻ ആ ചെറിയ ബീഡാണ് കോർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബീഡ് ചെറുതാണെങ്കിലും അതിൻ്റെ ഹോള് വലുതാണ്. അപ്പോൾ അതുകൊണ്ട് ത്രെഡിനെ നമുക്ക് കോർത്തെടുക്കാൻ പറ്റും. നിങ്ങളത് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഇതിൽ കുറഞ്ഞ ഇലാസ്റ്റിക് ത്രെഡ് കിട്ടും. 5mm ഒക്കെ നമുക്ക് സുഖമായിട്ട് കോർത്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ അത് വാങ്ങിച്ചാലും മതി കേട്ടോ. സെയിം അതേപോലെ തന്നെ നമ്മൾ ബീഡ്സിനെ കോർത്തിട്ട് ഇതുപോലെ തന്നെ അടിയിലേക്ക് വീണ്ടും കോർത്ത് ഒരു കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ കടുംകെട്ടൊന്നും ആയി പോവില്ല. നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കെട്ടാണ് അത് വരുന്നത്. ഇതുപോലെ വലിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് എവിടെയാണോ നിങ്ങൾക്ക് ഗ്യാപ്പ് എത്ര വേണം എന്നുള്ള രീതിയിൽ സെറ്റാക്കി കൊടുക്കേണ്ട. ഇൻവിസിബിളാണ് നമ്മുടെ ആ ത്രെഡ്, നമുക്ക് കാണാൻ പറ്റില്ല. ഇത് 2 ലെയറൊക്കെ ആകുമ്പോൾ നമുക്ക് ത്രെഡ് കാണാൻ പറ്റും. നമ്മുടെ ഗിയർ വയറൊക്കെ ആകുമ്പോൾ ത്രെഡ് ഒട്ടും നമുക്ക് ശരിക്കും കാണില്ല. അകലേക്കൊക്കെ നമ്മുടെ ആ ഒരു സ്റ്റോണോ അല്ലെങ്കിൽ ബീഡ് മാത്രമേ നമ്മുടെ കഴുത്തിലുള്ളതായിട്ട് തോന്നുള്ളൂ. നല്ല വെറൈറ്റി ആയിട്ട് ഇതുപോലെ പേൾ ചെയിനൊക്കെ വെച്ച് ചെയ്താൽ, അല്ലെങ്കിൽ ക്രിസ്റ്റൽ ബീഡൊക്കെ വെച്ച് ചെയ്താൽ നല്ല ഭംഗിയാണ്. കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 2 ലെയർ ചെയ്തിട്ട് നമുക്ക് ട്വിസ്റ്റ് ചെയ്തൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും. അതൊക്കെ നല്ല ഭംഗിയായിരിക്കും. ക്രിസ്റ്റൽ ബീഡിലൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ നല്ലൊരു ക്ലാസ് ലുക്ക് തന്നെ തരും കേട്ടോ. കളറും പോവില്ല, നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാനും പറ്റും.
അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ ഞാനിങ്ങനെ ഒന്നിടവിട്ടിട്ടാണ് ഇത് കോർത്ത് കൊടുക്കുന്നത്. ഇനി കുറച്ച് സ്പീഡിൽ കാണിച്ചു തരാൻ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല ഇത് എങ്ങനെയാണ് കോർക്കുന്നതിനുള്ള ആ ടെക്നിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റിൽ ആ ഒരു ക്രീം കളർ ബീഡിൽ കോർത്തൊക്കെ തുടങ്ങിയ കാരണം ഞാൻ ആ രീതിയിൽ തന്നെ അവസാനിപ്പിക്കുന്നത്. ഇത് ഇൻവിസിബിൾ ചെയിൻ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഈ ഒരു മോഡൽ ചെയ്യുന്നതിന് അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇപ്പോൾ അവസാനിപ്പിക്കാം. ഫസ്റ്റ് തുടങ്ങി അതേ ബീഡ് വെച്ച് തന്നെ അവസാനിപ്പിക്കണമെന്നൊന്നുമില്ല. പല കളറിൽ ചെയ്തെടുക്കാം. ക്രിസ്റ്റൽ ബീഡൊക്കെ ആണെങ്കിൽ നമുക്ക് പല കളറിൽ മൾട്ടി കളറിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതേ നമ്മുടെ ലാസ്റ്റിൽ നമ്മൾ ബീഡ് കോർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ള് ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ലെങ്ത്ത് മാറ്റിയിട്ട് നമ്മൾ ആദ്യം ചെയ്ത അത്രയും ലെങ്ത്ത് ബീഡ് കഴിഞ്ഞിട്ടുള്ള ലെങ്ത്ത് ഇവിടെയും വേണം, എങ്കിലാണ് അത് കറക്റ്റായിട്ട് വരുള്ളൂ. സെയിം നമ്മൾ ഫസ്റ്റിൽ ചെയ്ത പോലെ തന്നെ ഗിയർ ലോക്ക് ഇട്ടിട്ട് ഗിയർ ലോക്കിലൂടെ ആ ത്രെഡിനെ ഒന്ന് ബാക്കിലേക്ക് കോർക്കുക. അതിന് ശേഷം അതിനെ ലോക്ക് ചെയ്ത് നിർത്താം. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക, ഫസ്റ്റിൽ കിടക്കുന്ന ബീഡും ആ ഒരു ഗിയർ ലോക്കും തമ്മിലുള്ള ഗ്യാപ്പ് ശരിയല്ലേ എന്ന് നോക്കണം. എന്നിട്ട് വേണം ലോക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ലോക്കായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു ചെയിൻ്റെ അത് കഴിഞ്ഞു. ഇനി നമ്മളതിനെ മാറ്റിയിട്ട് രണ്ടാമത്തെ ത്രെഡ് എടുക്കുകയാണ് കേട്ടോ. രണ്ടാമത്തെ ത്രെഡ് ഫസ്റ്റിൽ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇനി കോർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഞാൻ കോർക്കുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ കോർത്ത് കൊടുക്കുന്നത്. ആദ്യം നമ്മൾ ആ ഒരു കളർ ബീഡ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റിൽ ആ ക്രീം ബീഡാണ് ഇട്ട് കൊടുത്തത്. ഇത് നമ്മൾ കളർ ബീഡ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്യുന്നതാണ്. നിങ്ങൾക്കിത് സെയിം രീതിയിൽ തന്നെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഒക്കെ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് പല മാറ്റങ്ങൾ വരുത്തി ചെയ്യാം. നമ്മളിതിൻ്റെ ബേസിക് കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നത്. അതിൻ്റെ കൂടെ ചെറിയ ഐഡിയാസും കൂടി പറഞ്ഞു തരുന്നുണ്ട്. ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയാസ് ഈ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റൂലേ എന്ന് ചിന്തിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ പുതിയ ഐഡിയാസും പറഞ്ഞു തരുന്നത്. ഞാൻ നോർമൽ നമ്മുടെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ക്ലാസ്സിൽ എല്ലാവരും പറഞ്ഞു തന്നിരിക്കുന്ന അതേ മോഡലുകൾ മാത്രമല്ല നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് തന്നിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വെറൈറ്റി മോഡലുകളാണ് കൂടുതലും ഞാൻ ചെയ്ത് കാണിച്ചിട്ടുള്ളത്. എങ്കിലാണല്ലോ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഉപകാരം ഉണ്ടാവുള്ളൂ. അല്ലാതെ കുറേ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് മാത്രം നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ അത് വീണ്ടും റിപ്പീറ്റേഷൻ മാത്രമേ ആവുള്ളൂ. അപ്പോൾ പുതിയ പുതിയ മോഡലുകൾ കാണിച്ചു തന്നാൽ നിങ്ങൾക്കും നിങ്ങളുടെ ഐഡിയകൾക്ക് അനുസരിച്ച് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പുതിയ ഐഡിയകൾ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഐഡിയാസൊക്കെ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ ഈ രീതിയിൽ പോകുന്നത്. പലരും നമുക്ക് മെസ്സേജ് ഇടാറുണ്ട് യൂസ്ഫുൾ ആവുന്നുണ്ടെന്നുള്ളത്. ചിലർ ഇൻസ്റ്റയിൽ മെസ്സേജ് ഇടാറുണ്ട് കേട്ടോ, ചെയ്തതിൻ്റെ ഫോട്ടോസൊക്കെ ഇട്ട് തരാറുണ്ട്. ചിലതൊക്കെ ഞാൻ യൂട്യൂബിൽ കാണിച്ചിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്, യൂസ്ഫുൾ ആവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ പറയണം. ഇനി ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി ക്ലാസ്സുകൾ ചെയ്യണമെന്നുണ്ടെങ്കിലും അതും പറയണം. നിങ്ങളുടെയൊക്കെ എല്ലാവരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ ചെയിൻ്റെ ക്ലാസ് വീണ്ടും എടുത്തത്. കാരണം ഞാനിനി മോതിരം ചെയ്ത് ലാസ്റ്റ് ചെയിൻ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. കാരണം ചെയിനിൽ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് കൊടുക്കാനുണ്ട്. അപ്പോൾ അത് ലാസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പല വീഡിയോസിന് നമുക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ചെയിൻ ചെയ്യണം, കുട്ടികളുടെ ചെയിൻ്റെ ആ ഒരു പിരിക്കൊളുത്തൊക്കെ എങ്ങനെ ഇടണേന്നൊക്കെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ കുറേ നാളതിട്ട് നിങ്ങളെ മോഷിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയിൻ്റെ ക്ലാസ് വേഗം തുടങ്ങിയത് കേട്ടോ. അപ്പോൾ നമ്മുടെ വർത്താനം പറഞ്ഞിരുന്നു നമ്മൾ രണ്ടാമത്തെ ലെയറും കോർത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, രണ്ടാമത്തെ ലെയർ ലെങ്ത്ത് നിങ്ങൾ നോക്കണം. ഫസ്റ്റും സെക്കൻഡും വെച്ചിട്ട് നോക്കുക. ഇനി നമ്മൾ കോർക്കുന്നതിന് ലെങ്ത്ത് കുറച്ച് മതി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഫുള്ള് കോർത്ത് എടുക്കണ്ട. നിങ്ങൾ നോക്കിയിട്ട് ആ ഒരു ഇങ്ങനെ ഒരു സ്റ്റെപ്പായിട്ട് നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ നിങ്ങളൊന്ന് നോക്കുക. കണ്ടോ, ഇത് 2 സ്റ്റെപ്പായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ലെങ്ത്ത് വെച്ചിട്ട് നിങ്ങൾ രണ്ടാമത്തെ ത്രെഡ് സ്റ്റോപ്പ് ചെയ്യണം ബീഡ്സ് കോർക്കുന്നത്. എന്നിട്ട് ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് കളയണം. ഇതുപോലെ നോക്കുക. കണ്ടോ, അപ്പോൾ ഇത്രയും നമുക്ക് ബാലൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ബാലൻസ് വരുന്നത് നമ്മൾ ഫസ്റ്റിൽ ഗിയർ ലോക്ക് ഇട്ട് ലോക്ക് ചെയ്തിരിക്കുന്ന അവിടെ നിന്ന് കഴിഞ്ഞിട്ട് വേണം കേട്ടോ കട്ട് ചെയ്ത് കളയാനായിട്ട്. ആ ഗിയർ ലോക്കിൽ ലോക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് കുറച്ച് നീക്കിയിട്ട് കട്ട് ചെയ്ത് കളയുക. കണ്ടോ, നമുക്കത് വളച്ച് ആ ഗിയർ ലോക്കിൻ്റെ അവിടെ എത്തിക്കാനുള്ള ആ കറക്റ്റ് വേണമെങ്കിൽ അത് 2 സൈഡും ഒരേപോലെ നിൽക്കുള്ളൂല്ലോ. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് കുറച്ച് ലെങ്ത്ത് നീക്കിയിട്ട് കട്ട് ചെയ്ത് കളയും. ഇനി നമ്മളിത് ഫസ്റ്റിൽ ചെയ്ത പോലെ തന്നെ ഗിയർ ലോക്ക് ഇട്ട് നമ്മുടെ ത്രെഡിന് അതിലൂടെ ബാക്കിലേക്ക് ഇതുപോലെ കോർത്തെടുക്കുക. അത് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴും നമ്മളിത് ലോക്ക് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക, രണ്ടും സെയിം അല്ലേന്ന് നോക്കിയിട്ട് വേണം ലോക്കാക്കി കൊടുക്കാനായിട്ട്. ബിഗിനേഴ്സൊക്കെ ഇതങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. കുറേ നമ്മൾ ഇതുപോലെ ചെയ്ത് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളതിലൊരു പെർഫെക്ഷൻ നമുക്ക് കിട്ടും. പിന്നെ നമുക്കത് അറിയാൻ പറ്റും ഏകദേശം എത്ര വേണ്ടി വരും എന്നൊക്കെ നമുക്ക് അറിയാൻ ഐഡിയ കിട്ടും. പക്ഷേ തുടക്കം ചെയ്യുമ്പോൾ നമ്മൾ ഇതൊക്കെ കറക്റ്റാണോ, ഓരോ ബീഡും കറക്റ്റാണോ, അതേപോലെ ഓരോ ലെങ്ത്ത് നമ്മൾ ഗിയർ വയർ ലോക്ക് ചെയ്യണത് എല്ലാം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് തന്നെ വേണം കേട്ടോ ചെയ്ത് പഠിക്കാനായിട്ട്. എങ്കിലേ നിങ്ങൾക്ക് അതിലൊരു പെർഫെക്ഷൻ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇനി നമുക്കിത് രണ്ടിനും നമ്മുടെ സൈഡ് റിങ്ങിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സൈഡ് റിങ് ഇട്ടിട്ട് നമ്മൾ 2 ത്രെഡും അതിൽ കോർത്തിട്ടുണ്ട്. ഇനി ഫിഷ് ഹൂക്ക് ഇട്ടിട്ട് വേണം ലോക്ക് ചെയ്യാൻ. അത് മറന്നു പോകരുത്. കാരണം ഫിഷ് ഹൂക്ക് നമ്മൾ ഫസ്റ്റിൽ ഇട്ട് കൊടുത്തിട്ടില്ല. ഫിഷ് ഹൂക്കും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാം. ഇത് ഫിഷ് ഹൂക്ക് നമ്മുടെ സൈഡ് റിങ് ഇടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ത്രെഡുകളെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ലോക്കാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് വേറൊരു മോഡലാവും. ഞാൻ കാണിച്ചു തരണമെന്ന് വിചാരിച്ചു, പക്ഷേ മറന്നു പോയിട്ടോ വീഡിയോ എടുക്കാനായിട്ട്.
അത് നമ്മുടെ ഈ ഒരു 2 ത്രെഡിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിങ്ങനെ ചുറ്റി എടുക്കുമല്ലോ, അങ്ങനെ എടുത്തിട്ട് അങ്ങനെയും ചെയ്യാൻ പറ്റും. അതിനി വേറൊരു ഷോർട്സിൽ ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വേറൊരു വെറൈറ്റി മോഡലുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.